എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10th സ്പർശ് എന്ന ബുക്കിലെ ഒന്നാമത്തെ ചാപ്റ്ററായ കബീർ ദാസിൻ്റെ സാക്കിയാണ്. കബീർ ദാസിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അദ്ദേഹം നമ്മൾ ഇതിനു മുമ്പും പഠിച്ചിട്ടുണ്ടല്ലോ. കബീർ കാ ജന്മ 1398 മേ കാശി മേ ഹുവാദ എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം കാശിയിലാണ് ജനിച്ചതെന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഗുരു രാമാനന്ദ് ആയിരുന്നു. പിന്നെന്താണ്, 120 വർഷം അദ്ദേഹം ജീവിച്ചു എന്ന് പറയപ്പെടുന്നു. അവസാന കാലഘട്ടം അദ്ദേഹം മഗഹറിൽ ആണ് താമസിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നു. പിന്നെന്താണ്, അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടം എങ്ങനെയായിരുന്നു? രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും അതുപോലെ തന്നെ സമൂഹത്തിലുള്ള വിപ്ലവങ്ങളൊക്കെ വളരെയധികം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്നൊരു കാലഘട്ടമായിരുന്നു. അദ്ദേഹം ഒരു ക്രാന്തിദർശി കവി ആയിരുന്നു. പിന്നെന്താണ്, സമൂഹത്തിലെ പ്രശ്നങ്ങളായിരുന്നു അദ്ദേഹം കൂടുതലും ചൂണ്ടിക്കാട്ടിയിരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഉनका വിശ്വാസം എങ്ങനെയായിരുന്നു? സത്സംഗമേത और वे मानते थे कि ईश्वर एक ही है, वह निर्विकार है. ഈശ്വരൻ ഒന്നാണ്, അത് വികാരമില്ലാത്ത അരൂപനായ, അതായത് ഒരു രൂപവും ഇല്ലാത്ത ഒരു വ്യക്തി, ഒരു രൂപമാണ്. അതായത് അരൂപനായിരുന്നു, രൂപവും ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു ഈശ്വരൻ എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഷ എന്തായിരുന്നു? പൂർവി ജനപദ ഭാഷ. അപ്പോൾ അതെല്ലാം ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നിങ്ങളത് നോക്കി സാക്കി എഴുതുമ്പോൾ കബീർ ദാസിനെ കുറിച്ചിട്ട് 2-3 സെൻറ്റൻസ് എഴുതിയിട്ട് വേണം ദോഹയിലേക്ക് കിടക്കാൻ. സാക്കി നോക്കാം. ഫസ്റ്റ് നോക്കാം. ऐसी वाणी बोलिए मन का आपा कोई अपना तन सीतल करे औरन को सुख होई. മീനിങ് നോക്കാം ആദ്യം. ഏസി വാണി എന്ന് പറഞ്ഞാൽ എന്താണ്? വാണി, വാക്ക്, നമ്മളുടെ വാക്കുകൾ. ബോൽന, ബോലിയെ എന്ന് പറഞ്ഞാൽ ബോൽന. മൻക ആപ്പ ഖോയി, ആപ്പ ഖോയി. ആപ്പ എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് അഹങ്കാരത്തെയാണ് ആപ്പ എന്ന് പറയുന്നത്. അപ്പന തൻ സീതൽ കരെ, തൻ എന്ന് പറഞ്ഞാൽ ശരീരം, അപ്പന എന്ന് പറഞ്ഞാൽ തൻ്റെ ശരീരം, സീതൽ എന്ന് പറഞ്ഞാൽ ശീതൾ, തണുപ്പ്, ശാന്തമാക്കുക. ഔറൻകോ സുഖ ഹോയി, ഔറൻ എന്ന് പറഞ്ഞാൽ ദൂസറോങ്കോ, സുഖ ഹോയി എന്ന് പറഞ്ഞാൽ എന്താണ്? സുഖം നൽകുക. അതായത് ഏസി വാണി ബോൾന ചാഹിയെ ജിസസെ ദൂസറോങ്ക ऐसी वाणी बोलना चाहिए जिससे मन को शांति, अहंकार छोड़कर हमें क्या करना चाहिए? ऐसी वाणी बोलनी चाहिए जिससे अच्छा बोलने से हमारा मन और दूसरा मन भी शांत हो जाएगा. കവി അങ്ങനെയാണ് പറയുന്നത്. നല്ല വാക്കുകൾ സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുമ്പോൾ, അഹങ്കാരം വെടിഞ്ഞ് നല്ല വാക്കുകൾ സംസാരിക്കുമ്പോൾ എന്തു പറ്റും? നമ്മൾക്കും കേൾക്കുന്നവർക്കും നമുക്കും മനസ്സിന് ശാന്തി കിട്ടുമെന്നാണ് പറയുന്നത്. ഇനി ഭാവാർത്ഥം നോക്കാം. प्रस्तुत पंक्तियों में कवि कबीरदास कहते हैं कि ऐसी मधुर वाणी बोलिए जिससे किसी को दुख न पहुँचे. ഈ വരികളിലൂടെ അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയുള്ള വാക്കുകൾ? മധുർവാണി ബോലിയെ, നല്ല മധുരമുള്ള വാക്കുകൾ പറയൂ. ജിസസെ, അതിലൂടെ, കിസിക്കോ കൊയ് ദുഃഖ് ന പഹുഞ്ചെ, ആർക്കും ദുഃഖമില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ ആരെയും വിഷമിപ്പിക്കാത്ത രീതിയിൽ മധുരമുള്ള വാക്കുകൾ, അതായത് നല്ല സ്നേഹത്തോടെയുള്ള വാക്കുകൾ, നല്ല നല്ല വാക്കുകളാണ് പറയേണ്ടത്. അർത്ഥാർത്ഥ് എന്താണ്? ദൂസറോംസെ അച്ഛ വ്യവഹാർ കരേ, മറ്റുള്ളവരോട് അച്ഛ വ്യവഹാർ എന്ന് പറഞ്ഞാൽ ബിഹേവിയർ, നല്ല പെരുമാറ്റം, അല്ലെങ്കിൽ നന്നായിട്ട് പെരുമാറുക. ഏസാ കർണേസെ, അങ്ങനെ ചെയ്യുന്നതിലൂടെ ഹമാരാ ബി മൻ ശാന്തി രഹേഗ और दूसरों का भी, നമ്മുടെ മനസ്സും ശാന്തരാകും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് സന്തോഷമുണ്ടാകും, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും. അല്ലേ? നമ്മൾ ഒരാളോട് വഴക്കിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ്? അയാളെ മോശം വാക്ക് പറഞ്ഞാൽ നമുക്ക് പിന്നീട് വിഷമമാണ്, മനസ്സിന് അസ്വസ്ഥതയാണ്. അപ്പോൾ അത് നമുക്കും വിഷമം ഉണ്ടാക്കും, കേൾക്കുന്നവർക്കും വിഷമം ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ടാണ് കബീർ പറയുന്നത് മറ്റുള്ളവരോട് നമ്മൾ മാക്സിമം എങ്ങനെ പെരുമാറുക? നല്ല വാക്കിലും നല്ല പെരുമാറ്റം, നല്ല സ്നേഹത്തോടെയും പെരുമാറുക. ആരെയും വേദനിപ്പിക്കാത്ത രീതിയിലുള്ള നല്ല സംസാരങ്ങൾ, നല്ല വാക്കുകൾ സംസാരിക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മുടെ മനസ്സിന് ശാന്തി കിട്ടും, കേൾക്കുന്നവർക്കും സുഖം കിട്ടുമെന്ന്. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? കസ്തൂരി കുണ്ടലി ബസേ മൃഗ ഡൂണ്ടേ ബെൻ മാഹി
ഏസേ ഖടി ഖടി രാം ഹേ ദുനിയ ദേഖേ നാഹി. എന്താ ഇവിടെ പറയുന്നത്? കസ്തൂരി എന്ന് പറഞ്ഞാൽ ഒരു സുഗന്ധമുള്ളൊരു വസ്തുവാണ് കസ്തൂരി. കുണ്ടലി എന്ന് പറഞ്ഞാൽ നാഭി. ബസേ എന്ന് പറഞ്ഞാൽ ബസ്ന ഇരിക്കുക. കസ്തൂരി എന്ന് പറയുന്ന ആ വസ്തു കുണ്ടലി നാഭിയിലാണ് ഇരിക്കുന്നത്. എവിടെ? മൃഗം എന്ന് പറഞ്ഞാൽ മാൻ. ടൂണ്ടേ എന്ന് പറഞ്ഞാൽ ടൂണ്ടന തെരയുക. ബൻ എന്ന് പറഞ്ഞാൽ വൻ തന്നെ, വനം. മാഹി. അപ്പോൾ കസ്തൂരി കുണ്ടലി ബസേ മൃഗ ടൂണ്ടേ ബൻ മാഹി ഏസേ ഖടി ഖടി രാം ഹേ. രാം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈശ്വരനാണ് ഉദ്ദേശിക്കുന്നത്. ഖടി ഖടി എന്ന് പറഞ്ഞാൽ ഹർ കണമേ, അതായത് ഓരോരോ കണങ്ങളിലും ഓരോരോ സ്ഥലങ്ങളിലും ദുനിയ ദേക്കേ നാഹി. ദുനിയ എന്ന് പറഞ്ഞാൽ ലോകം. ദേക്കേ എന്ന് പറഞ്ഞാൽ ദേക്കിന, നാഹി എന്ന് പറഞ്ഞാൽ നഹി തന്നെ. ആര് ലോകത്തിലുള്ളവരൊന്നും കാണുന്നില്ല. എന്താ കാണുന്നില്ല എന്ന് കവിയർ പറയുന്നത്? കസ്തൂരിയുടെ ഈ മാനിൻ്റെ നാഭിയിലാണ് ഈ കസ്തൂരി ഇരിക്കുന്നത്. നല്ല സുഗന്ധമുള്ളൊരു വസ്തുവാണ് കസ്തൂരി. പക്ഷേ എന്താണ്, മാനിനറിയില്ല ഈ കസ്തൂരി തൻ്റെ നാഭിയിലാണ് ഇരിക്കുന്നതെന്ന്. ആർക്കറിയില്ല? മാനിനറിയില്ല. മാൻ എന്താ ചെയ്യുന്നത്? വനത്തിൽ മുഴുവനും ഈ കസ്തൂരിയുടെ സുഗന്ധം അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇത് എവിടെ നിന്നാണ് ഈ മണം വരുന്നതെന്ന്. പക്ഷേ ശരിക്കും കസ്തൂരി മാനിൻ്റെ നാഭിയിൽ തന്നെയാണ് എന്തിരിക്കുന്നത്? ഈ കസ്തൂരി ഇരിക്കുന്നത്. അപ്പോൾ കബീർദാസ് പറയുന്നത് അതുപോലെ തന്നെയാണ് ലോകത്തിൻ്റെ ഓരോരോ കണങ്ങളിലും, അല്ലെങ്കിൽ ഓരോരോ മനുഷ്യരെവിടെയൊക്കെയാണ് വസിക്കുന്നത് അവിടെയെല്ലാം എന്തുണ്ട്? ഈശ്വരനുണ്ട്. പക്ഷേ ജനങ്ങൾക്കതറിയില്ല, അല്ലെങ്കിൽ ലോകത്തിലെ ജനങ്ങൾക്കതറിയില്ല. അവരെന്ത് ചെയ്യും? ഈശ്വരൻ എവിടെയാണെന്ന് അന്വേഷിച്ച് ഇങ്ങനെ തിരഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ മാൻ കസ്തൂരി അന്വേഷിച്ച് നടക്കുന്നത് പോലെയാണ് ജനങ്ങളും തൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് അവർ ലോകം മുഴുവനും അന്വേഷിച്ച് നടക്കുന്നതാണെന്നാണ് കബീർദാസ് ഇവിടെ പറയുന്നത്. ഇനി ഭാവാർത്ഥം നോക്കാം. प्रस्तुत पंक्तियों में कवि कबीरदास कहते हैं कि जिस तरह हिरण अपने नाभि में कस्तूरी रहते हुए भी उससे अनजान होकर सारी वन में उस कस्तूरी की सुगंध ढूंढ कर चलता है. പ്രസ്തുത, അതായത് തന്നിരിക്കുന്ന വരികളിലൂടെ കബീർദാസ് പറയുന്നത് എപ്രകാരമാണോ മാനിൻ്റെ നാഭിയിൽ ഹിരൺ അപ്പനെ നാഭിമേ കസ്തൂരി രഹത്തെ ഹുയെ ബി കസ്തൂരി ഇരുന്നിട്ട് പോലും ഉസസെ അഞ്ചാൻ ഹോക്കർ, അത് അഞ്ചാൻ എന്ന് പറഞ്ഞാൽ അതറിയാതെ, അല്ലെങ്കിൽ അതിൽ അങ്ങനെ ഒരു സാധനം തൻ്റെ നാഭിയിലുണ്ടെന്നറിയാതെ സാരി വന്മേ മുഴുവൻ വനത്തിലും ഉസ് കസ്തൂരിക്ക് സുഗന്ധം, ആ കസ്തൂരിയുടെ സുഗന്ധം ഡൂണ്ടുക്കർ, അതായത് തിരഞ്ഞുകൊണ്ട് നടക്കുന്നു. ഉസി പ്രകാരം അതുപോലെ തന്നെയാണ് സൻസാർക്കെ കണക്കണമേ ലോകത്തിൻ്റെ ഓരോരോ കണങ്ങളിലും ഈശ്വർ ഹോത്തേ ഹുയേ ബി ഈശ്വരൻ ഇരുന്നിട്ട് പോലും ലോക ഉസസെ അഞ്ചാൻ ഹോക്കർ ഈ ജനങ്ങൾ അത് അറിയാതെ സാരി ദുനിയാമേ ഈശ്വർ കൊ ഡൂണ്ടത്താ രഹത്താഹെ മുഴുവൻ ലോകത്തും ഈശ്വരൻ എവിടെയാണെന്ന് ഈ ജനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നു എന്നാണ് കബീർദാസ് പറയുന്നത്. ഓക്കെ, തേർഡ് എന്താണ്? ജബ് മേധാ തബ് ഹരി നഹി അബ് ഹരി ഹേ മേനാഹി സബ് അന്തിയാര മിട്ടി ഗയാ ജബ് ദീപക് ദേക്യാ മാഹി. അന്തിയാര എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരുട്ട്. മേ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? മേ എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തെയാണ് മേ എന്ന് പറയുന്നത്. ഹരി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ. അന്തിയാര എന്ന് പറഞ്ഞാൽ ഇരുട്ട്. മിടി എന്ന് പറഞ്ഞാൽ മിടന, ഇരുട്ട് മാറുക. അബ് ദീപക് ദേക്യാനാഹി, ദീപക് എന്ന് പറഞ്ഞാൽ വിളക്ക് തന്നെ. ദേക്യ എന്ന് പറഞ്ഞാൽ ദേക്കിന, മാഹി. അപ്പോൾ ജബ് മേധാ തബ് ഹരി നഹി, എപ്പോഴാണോ എൻ്റെ ഉള്ളിൽ മേ അഹങ്കാരം ഉണ്ടായിരുന്നത് അപ്പോൾ ഹരി ഈശ്വരൻ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഉള്ളിൽ എപ്പോഴാണോ അഹങ്കാരം ഉണ്ടായിരുന്നത് ആ സമയത്തൊന്നും ഈശ്വരൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. അബ് ഹരി ഹേ മേനാഹി, ഇപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തുണ്ട്? അഹങ്കാരമില്ല. അപ്പോൾ എൻ്റെ കൂടെ ആരുണ്ട്? ഈശ്വരനുണ്ട്. സബ് അന്തിയാര മിട്ടി ഗയ, അതായത് ആ ഇരുട്ടെല്ലാം, അഹങ്കാരം മാറിയപ്പോൾ ഇരുട്ടെല്ലാം മാറി എന്ത് വന്നു? ജബ് ദീപക് ദേക്കിയാ മാഹി, വെളിച്ചം വന്നപ്പോഴേക്കും ഇരുട്ട് മാറി. അഹങ്കാരം മാറിയപ്പോൾ ഈശ്വരൻ വന്ന പോലെ ദീപം വന്നപ്പോൾ, വിളക്ക് കത്തിച്ചപ്പോൾ ഇരുട്ട് മാറിയെന്നാണ് കബീർദാസ് പറയുന്നത്. ഇനി ഭാവാർത്ഥം നോക്കാം. കബീർ കാ कहना है कि जब मेरे मन में अहंकार था तब ഈശ്വർ മേരെ സത് നഹി था. എപ്പോഴാണോ എൻ്റെ മനസ്സിൽ അഹങ്കാരം ഉണ്ടായിരുന്നത് അപ്പോൾ ഈശ്വരൻ ഉണ്ടായിരുന്നില്ല. അബ് അഹങ്കാർ മിറ്റ് ഗയി, ഇപ്പോൾ എന്താണ്? അഹങ്കാരമെല്ലാം മാറി. തോ ഈശ്വർ വാസ് കർണേ ലഗി ഹേ, ഇപ്പോൾ എൻ്റെ ഉള്ളിൽ ഈശ്വരൻ വസിക്കാൻ തുടങ്ങി. ജഹാം അഹങ്കാർ ഹേ വഹാ ഈശ്വർ നഹി, എവിടെയാണോ അഹങ്കാരമുള്ളത് അവിടെ ഈശ്വരനില്ല.
ഉസി തര അതുപോലെ തന്നെയാണ് ദീപക് ജലാനേസെ അന്ധകാർ മിഡ്കർ പ്രകാശ് ഫൈൽ ജാത്ത അതുപോലെ തന്നെയാണ് ഇരുട്ടിലേക്ക് ദീപം തെളിയിക്കുമ്പോൾ ആ ഇരുട്ട് മാറി എന്ത് വരുന്നു പ്രകാശം വരുന്നു എന്ന്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് സുഖിയ സബ് സംസാർ ഹേ ഖായേ അരു സോവേ ദുഃഖിയ ദാസ് കബീർ ഹേ ജാഗെ അരു രോവേ. എന്താണ് സുഖിയ? സുഖിയ എന്ന് പറഞ്ഞാൽ സുഖം, സുഖ്ന, സുഖ്. സബ് എല്ലാ, സംസാർ ലോകം, ഖായെ, ഖായ എന്ന് പറഞ്ഞാൽ കഴിക്കുക, അരു എന്ന് പറഞ്ഞാൽ എന്താണ് ഓർ എന്നുള്ള അർത്ഥം, കഴിക്കുകയും, സോവേ എന്ന് പറഞ്ഞാൽ സോന ഉറങ്ങുക, ദുഃഖിയ എന്ന് പറഞ്ഞാൽ ദുഃഖ്, ദാസ് എന്ന് പറഞ്ഞാൽ എന്താ ഈശ്വരൻ കബീർ, ജാഗെ എന്ന് പറഞ്ഞാൽ ജാഗന, അരു എന്ന് പറഞ്ഞാൽ ഓർന്ന് തന്നെ, രോവേ എന്ന് പറഞ്ഞാൽ കരയുക. അപ്പോൾ സുഖിയ സബ് സംസാർ ഹേ ഖായ ഒരു സോവേ, അതായത് ലോകത്തിൽ സുഖിച്ചിരിക്കുന്നവരാരാണ്? വെറുതെ ഭക്ഷണം കഴിച്ചും ഉറങ്ങുന്നവരുമാണ് സുഖിച്ചിരിക്കുന്നത്. ഇനി ദുഃഖിച്ചിരിക്കുന്നത് ആരാണ്? ജാഗെ അവർ രോവേ, അതായത് ഈശ്വരനെ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർ എപ്പോഴും എങ്ങനെയായിരിക്കും? ദുഃഖിച്ചിരിക്കും. അവർ ജാഗെ ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും, എന്നിട്ട് കരഞ്ഞുകൊണ്ടേയിരിക്കും. എന്താണ്? ഈശ്വരൻ എവിടെയാണെന്ന് അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. കാണാണ്ടാകുമ്പോൾ അവരിങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അവരെപ്പോഴും ദുഃഖിയായിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ സുഖിച്ചിരിക്കുന്നവർ എപ്പോഴും ഉറങ്ങുകയും ഒന്നും ചെയ്യാതെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ ഭക്ഷണം കഴിച്ചും ഉറങ്ങിയിരിക്കുന്നവർക്ക് എപ്പോഴും ലോകത്ത് സുഖമായിരിക്കുമെന്ന്. ഇനി ഭാവാർത്ഥം നോക്കാം. प्रस्तुत पंक्तियों में कवि कबीरदास कहते हैं कि इस संसार में जो लोग खाने और सोने में ध्यान देते हैं वे हमेशा सुखी रहते हैं. എന്താ പറയുന്നത്? എപ്പോഴും കബീർദാസ് कहते हैं कि കബീർദാസ് എന്താ പറയുന്നത്? ഈ ലോകത്ത് ജോ ലോക, ഏത് ആൾക്കാരാണോ ഖാനെ ഓർ സോനേമേ ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, വേ ഹമേശ സുഖി രഹത്തെ, അവരെപ്പോഴും സുഖിച്ചിരിക്കും. ഉനെ കിസിക്ക് ചിന്ത നഹീ ഹെ, അവർക്ക് മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ചിന്തിക്കാറേ ഇല്ല. ലേക്കിൻ ജോ ലോഗ് ഈശ്വർ കോ പാനെ കി കോശിഷ് കർത്തേ, പക്ഷേ ഏത് ആൾക്കാരാണോ ഈശ്വരനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നത്, വേ സദാ ദുഃഖി രഹത്തെ, അവരെപ്പോഴും എന്തായിരിക്കും? ദുഃഖിയായിരിക്കും. ക്യോങ്കി, എന്തുകൊണ്ടെന്നാൽ വേ ഈശ്വർ കി വിയോഗമേ സദാ ദുഃഖി ഹോക്കർ ഇതർ ഉദർ ഭടക്തെ രഹത്തെ, അവർ ഈശ്വരനെ അന്വേഷിച്ചുകൊണ്ട്, ഈശ്വരൻ തന്നിൽ നിന്നും വേർപെട്ടു പോയി എന്ന് ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈശ്വരനെ അന്വേഷിച്ചുകൊണ്ട് എപ്പോഴും ദുഃഖി ഹോക്കർ, ദുഃഖിതരായിട്ട് ഇതർ ഉദർ ഭടക്തെ രഹത്തെ, അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഭടക്ന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ അന്വേഷിച്ച് അലഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയും. നെക്സ്റ്റ്, വിരഹ് ഭുവംഗം തൻബസെ മന്ത്രന ലാഗെ കോയി രാം വിയോഗി നാ ജീവേ 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 തോ ബൗര ഹോയി. വിരഹം എന്ന് പറഞ്ഞാൽ വിരഹം, വേർപാട്. ഭുവംഗം എന്ന് പറഞ്ഞാൽ പാമ്പ്, സ്നേക്ക്. തൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരം. ബസെ എന്ന് പറഞ്ഞാൽ ഭസ്ന. മന്ത്രം എന്നോട് ഉദ്ദേശിക്കുന്നത് മരുന്ന്, മെഡിസിനെയാണ് മന്ത്രം എന്ന് പറയുന്നത്. നാ എന്ന് പറഞ്ഞാൽ നഹി, ലാഗെ കോയി, അതായത് ഫലിക്കില്ല എന്ന്. രാം വിയോഗി, രാം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈശ്വരനെയാണ്, വിയോഗി എന്ന് പറഞ്ഞാൽ വിയോഗം തന്നെ, അതായത് വേർപാട്. നാ ജീവേ, നാ ജീവേ എന്ന് പറഞ്ഞാൽ നാ ജീവിത രഹന, അതായത് ജീവിച്ചിരിക്കില്ല. ജീവേത്തോ, ഇനി ജീവിച്ചിരിക്കുകയാണെങ്കിൽ. ബൗര എന്ന് പറഞ്ഞാൽ ഭ്രാന്ത്, പാകൽ, ഹോയി, ഭ്രാന്തനെ പോലെ ആയിരിക്കുന്നു. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? വിരഹ് ഭുവംഗം തൻബസെ, അതായത് തനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളിൽ നിന്നും വേർപെട്ട ഒരാളുടെ ശരീരം എങ്ങനെയായിരിക്കും? പാമ്പ് വസിക്കുന്നത് പോലെയായിരിക്കും. മന്ത്രന ലാഗെ കോയിന്ന്, ഒരു മരുന്നും ഫലിക്കില്ല എന്ന്. രാം വിയോഗി നാ ജീവേ, ഇനി ഈ പറയുന്ന എന്താണ്? ഈശ്വരനിൽ നിന്നും വേർപെട്ടിട്ട് എന്താണ്? ആർക്കും ജീവിക്കാൻ പറ്റില്ല. ഇനി അഥവാ ജീവിച്ചാൽ എങ്ങനെയായിരിക്കും? ഭ്രാന്തനെ പോലെ ആയിരിക്കുമെന്ന്. ഇനി ഭാവാർത്ഥം നോക്കാം. പ്രിയസെ പിജണ്ണയ്ക്ക് ബാദ് മനുഷ്യക്ക് മന്മേ സാമ്പ് ബസ്താഹി, അതായത് തനിക്ക് ഏറ്റവും അടുത്തുള്ളവരിൽ നിന്നും വേർപെട്ട് കഴിഞ്ഞാൽ എന്താണ്? മനുഷ്യൻ്റെ മനസ്സും ശരീരവും എങ്ങനെയായിരിക്കും? പാമ്പ് വസിക്കുന്നത് പോലെയായിരിക്കും. और उस पर कोई दवा असर नहीं रहता. ഒരു ദവ എന്ന് പറഞ്ഞാൽ യാതൊരുവിധ മെഡിസിനൊന്നും മരുന്നൊന്നും ഫലിക്കില്ല. ഉസി പ്രകാർ ഭഗവാൻ കെ വിയോഗസെ, അതുപോലെ തന്നെയാണ് ഭഗവാനിൽ നിന്നുള്ള വിയോഗത്താൽ മനുഷ്യ ജീവിത നഹി രഖ് സക്തെ, മനുഷ്യൻ ജീവിച്ചിരിക്കില്ല. അഗർ രഘുവി ജായേത്തോ, ഇനി ജീവിച്ചിരുന്നാൽ തന്നെയോ വേ പാഗലോങ്കി തര ജീത്തേ ഹേ, ഒരു ഭ്രാന്തനെ പോലെയാണ് ജീവിക്കുന്നതെന്ന്. മനസ്സിലായോ? നെക്സ്റ്റ് എന്താണ്? നിന്നക് നേടാ രാഖിയെ ആങ്കണി കുടി ബദായി ബിൻ സാവൺ പാണി ബിൻ നിർമ്മൽ കരെ സുബായി. നിന്നക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്ദിക്കുക. നേട എന്ന് പറഞ്ഞാൽ നിയർ, നമ്മുടെ കേപ്പാസ് അടുത്തെന്നൊക്കെ പറയും. രാഖി എന്ന് പറഞ്ഞാൽ രഖ്ന, രക്കിയെ. ആങ്കണി എന്ന് പറഞ്ഞാൽ എന്താണ്? മുറ്റം. കുടി എന്ന് പറഞ്ഞാൽ ഗർ, വീട്. ബദായി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണ്ടാക്കുക.
ബിൻ സാബൻ പാണി ബിന. സാബൻ എന്ന് പറഞ്ഞാൽ സാബുൻ സോപ്പ്, പാണി എന്ന് പറഞ്ഞാൽ പാനി, ബിന കൂടാതെ, സോപ്പും വെള്ളവും കൂടാതെ. നിർമ്മൽ എന്ന് പറഞ്ഞാൽ ശുദ്ധം, കരേ എന്ന് പറഞ്ഞാൽ കർണ ശുദ്ധീകരിക്കുക. സുബായ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഹേവിയർ പെരുമാറ്റം. അപ്പോൾ നിന്ന നേടാരാക്കി എന്ന് പറഞ്ഞാൽ നിന്ദിക്കുന്നവരെ കൂടെ ചേർത്ത് നിർത്തുക എന്നാണ് കബീർദാസ് പറയുന്നത്. പിന്നെ എന്ത് ചെയ്യണം? ആംഗണി കുടി ബതായി എന്ന്, അതായത് ആംഗണി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മുറ്റം, മുറ്റത്ത്, അതായത് നമ്മുടെ മുറ്റത്ത് തന്നെ കുടി, കുടി എന്ന് പറഞ്ഞാൽ കുടിൽ, വീട്. ബതായി എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക, അതായത് നമ്മളെ മോശം പറയുന്ന അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് കുറ്റം പറയുന്ന നിന്ദിക്കുന്ന ആൾക്കാരെ നമ്മൾ ചേർത്ത് നിർത്തിയിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ. ബിൻ സാബൺ പാണി ബിന നിർമ്മൽ കരേ സുബായെന്ന്. അപ്പോൾ അത് നമ്മളുടെ കുറ്റം കേട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ സോപ്പും എന്തെങ്കിലും ഒന്ന് വൃത്തിയാക്കാനായിട്ട് സോപ്പും വെള്ളവും വേണമല്ലോ. പക്ഷേ സോപ്പും വെള്ളവും ഒന്നും കൂടാതെ നമ്മുടെ എന്താണ് പെരുമാറ്റത്തെ നമുക്ക് ശുദ്ധീകരിക്കാൻ പറ്റുമെന്ന്. അതായത് ഈ മോശം പറയുന്ന ആൾക്കാരെ കൂടെ ചേർത്ത് നിർത്തുമ്പോൾ അവർ പറയുന്നതൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മളുടെ മോശം നെഗറ്റീവ്സ് എന്താണെന്ന് വെച്ചാൽ അത് തിരുത്തിയിട്ട് നമുക്ക് നമ്മുടെ മനസ്സും ശരീരവും അല്ലെങ്കിൽ നമ്മളെ തന്നെ ശുദ്ധീകരിക്കാൻ അത് സഹായിക്കുമെന്നാണ് കബീർദാസ് പറയുന്നത്. ഇനി ഭാവാർത്ഥം നോക്കാം. നിന്ന കർണേവാലെ വ്യക്തിക്കോ ഹം അപ്പനെ പാസി രഖ്നാ ചാഹിയെ. നമ്മളെ നിന്ദിക്കുന്ന വ്യക്തികളെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളോട് ചേർത്ത് നിർത്തണം. ജിസസെ അപ്പനെ ബുരായ സുൻകർ അപ്പനെ ആപ്കോ സഹിക്കരെ. അതുമൂലം എന്താണ്? അവർ പറയുന്ന നമ്മളെക്കുറിച്ചുള്ള ബുരായിയും ചീത്തയൊക്കെ കേട്ടുകൊണ്ട് അപ്പനെ ആപ്കോ നമ്മളെ തന്നെ സഹിക്കരെ, നമ്മളെ തന്നെ തിരുത്താൻ പറ്റും. സകേത്തോ സകേത്തോ ഉസ് വ്യക്തിക്കോ അപ്പനെ ആംഗൻ മേ ഹി കുടിൽ ബനാക്കർ രഖ്നാ ചാഹിയെ. പറ്റുമെങ്കിൽ ആ വ്യക്തിയെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ വീട് വെച്ച് കൊടുത്ത് താമസിപ്പിക്കാൻ. ऐसे करने से हमारा मन बिना पानी और साबुन के നിർമ്മൽ ഹോ ജായേഗ. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ മനസ്സും ശരീരവും എങ്ങനെയാണ്? വെള്ളവും സോപ്പും കൂടാതെ ശുദ്ധമായി തീരുമെന്ന്. ഓക്കെ, നെക്സ്റ്റ്. പോത്തി പടി പടി ജഗ് മുവാ പണ്ഡിത് ബൈന ഹോയ് കോയി ഏകെ അഷിർ പീവ്ക പടേ സു പണ്ഡിത് ഹോയി. എന്താണ് പോത്തി എന്ന് പറഞ്ഞാൽ? എന്താണ്? ജ്ഞാനം, അറിവ്. പോത്തി എന്ന് പറഞ്ഞാൽ ഗ്രന്ഥങ്ങളെയാണ് പോത്തി എന്ന് പറയുന്നത്. പടി എന്ന് പറഞ്ഞാൽ പഠന, ജഗ് എന്ന് പറഞ്ഞാൽ ലോകം, മുവ എന്ന് പറഞ്ഞാൽ എന്താ? മരിക്കുക. പണ്ഡിത് ബൈനാ ഹോയ്, പണ്ഡിത് എന്ന് പറഞ്ഞാൽ ജ്ഞാനി, ബയാനാ ഹോയ് എന്ന് പറഞ്ഞാൽ പണ്ഡിത് ബയാനാ ഹോയ് ആരും പണ്ഡിതനായിട്ടില്ല എന്ന്. ഏക്ക് എന്ന് പറഞ്ഞാൽ ഏക്ക്. അഷീർ എന്ന് പറഞ്ഞാൽ അക്ഷരം. പീവുക, പീവ് എന്ന് പറഞ്ഞാൽ ഈശ്വരൻ. പടേസു പണ്ഡിത് ഹോയി. ഇനി എന്താണ്? പോത്തി എന്ന് പറഞ്ഞാൽ ഗ്രന്ഥങ്ങൾ പഠിച്ച് ഈ ലോകത്തിൽ ആരും വലിയ പണ്ഡിതന്മാരൊന്നും ആയിട്ടില്ല എന്നാണ് കബീർദാസ് പറയുന്നത്. കുറേ വലിയ പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും പഠിച്ചുകൊണ്ട് ഈ ലോകത്ത് ഒരു ജ്ഞാനിയും ഒരു പണ്ഡിതനും എന്താണ്? ഒരു ജ്ഞാനിയും വലിയ പണ്ഡിതനൊന്നും ആയിട്ടില്ല. ഏകേ അഷിർ പീവുക, ഒരേ ഒരു അക്ഷരം ഉള്ളൂ. എന്ത്? ഈശ്വരൻ, പീവുക. പടേസു പണ്ഡിത് ഹോയി, ആ അക്ഷരം പഠിച്ച ആൾ മാത്രമാണ് എന്ത്? ഈ ലോകത്തിൽ പണ്ഡിതനായിട്ടുള്ളൂ. അതായത് ഒരുപാട് മതഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് പുസ്തകങ്ങളോ പഠിച്ചുകൊണ്ട് ഈ ലോകത്താരും ഒരു ജ്ഞാനിയോ പണ്ഡിതനോ ആയിട്ടില്ല. ഈശ്വരൻ എന്ന ഒരു വാക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ അയാളാണെന്ത്? ജ്ഞാനി എന്നാണ് കബീർദാസ് പറയുന്നത്. ഭാവാർത്ഥം നോക്കാം. कवि का तात्पर्य है कि इस संसार में बड़ी बड़ी किताबें पढ़ने से कोई पंडित नहीं बनता. കവി പറയുന്ന എന്താണ്? ഈ ലോകത്ത് വലിയ പുസ്തകങ്ങൾ പഠിച്ചുകൊണ്ട് ആരും പണ്ഡിതനായിട്ടില്ല. ഈ സംസാരമേ ഈശ്വർ ഹി ഏകമാത്ര സത്യ. ലോകത്തിൽ ഈശ്വരനാണ് ഒരേ ഒരു സത്യം. ഉസ് ഈശ്വർ ഭക്തി കാ അക്ഷർ പഠനെ വാലെ വ്യക്തി ഹി വാസ്തവിക് ജ്ഞാനി ഹോ സക്താ ഹെ. ആ ഈശ്വരൻ്റെ ഭക്തിയിലൂടെ അക്ഷരങ്ങൾ പഠിച്ച ആൾ മാത്രമാണ് എന്ത്? വാസ്തവിക് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ജ്ഞാനി എന്ന് പറഞ്ഞാൽ അറിവുള്ള ആൾ. ലാസ്റ്റ് എന്താണ്? ഹം ഗർ ജിയാല ആപ്പണാം ലിയാ മുരാഡ ആഹാത്തി അബ് ഗർ ജാലെ താസ്ക ജെ ചലെ ഹമാരെ സാത്തി. ഇനി എന്താ പറയുന്നത്? ജിയാലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ജൽന, കത്തിക്കുക. ആപ്പണ എന്ന് പറഞ്ഞാൽ അപ്പനാന്ന് തന്നെ, തൻ്റെ. താസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ്റെ, ഉസ്ക എന്ന് പറയും. മുരാഡ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ്? ജലാനെ വാല, നമ്മൾ വിറക് കത്തിക്കാൻ ഉപയോഗിക്കുന്ന വിറകിനെയാണ്
മുരാട എന്ന് പറയുന്നത്. ഹാത്തി എന്ന് പറഞ്ഞാൽ ഹാത്ത് എന്നാണ് കൈകൾ, കൈയിനെയാണ് ഹാത്ത് എന്ന് പറയുന്നത്. ചല്ല എന്ന് പറഞ്ഞാൽ നടക്കുക. ഇവിടെ എന്താ പറഞ്ഞ അഗർ ഭാവാർത്ഥം നോക്കിക്കേ. കവി കാ कहना है कि अपना മോഹമായ രൂപി घर को जलाकर ഞാൻ പ്രാപ്ത് കർണ ചാഹിയെ. ഞാൻ എൻ്റെ വീട് കത്തിച്ചു എന്നല്ല ഇവിടെ പറയുന്നത്. വീട് എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ആഗ്രഹങ്ങളെ മോഹങ്ങളെയാണ് വീടെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ എന്താണ് ആവശ്യമില്ലാത്ത അജ്ഞതയെന്നാണ് കവിയുടെ ഉദ്ദേശിക്കുന്നത്. അതിനെയൊക്കെ കത്തിച്ചു വിടുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് വീട് കത്തിക്കാനല്ല പറയുന്നത്. വീട് നമ്മുടെ മറ്റുള്ള ആഗ്രഹങ്ങളെല്ലാം ഇതൊക്കെ ഒരു മോഹം അല്ലെങ്കിൽ ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹങ്ങളൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് അതിനെയൊക്കെ കുഴിച്ചു മൂടിക്കൊണ്ട് എന്ത് ചെയ്യണം? കവിയുടെ കൂടെ കൂടണം. എന്നിട്ട് ഈശ്വരനെ കുറിച്ച് ആ മോഹമായയിൽ നിന്നെല്ലാം മാറിയിട്ട് കവി പറയണം, എൻ്റെ കൂടെ ആർക്കാണോ ഇനി വരേണ്ടത് അവർക്കൊക്കെ വീട് കത്തിച്ചിട്ട് എൻ്റെ കൂടെ വരാമെന്ന്. എന്ന് വെച്ചാൽ വീട് കത്തിച്ച് എന്നല്ല, നമ്മുടെ വീട് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഒരു മോഹം ആണ്, അല്ലെങ്കിൽ മായയാണ്. അതൊക്കെ ഒരു അത്യാഗ്രഹമാണ്. ആ അജ്ഞതയൊക്കെ മാറ്റിക്കൊണ്ട് എൻ്റെ കൂടെ വരൂ, ഇതിനെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഈശ്വരനിലേക്ക് പ്രാപിക്കാനായിട്ട് നിങ്ങൾ ജിനെ ഈശ്വർക്കോ പ്രാപ്ത് കർണേക്ക് ഇച്ഛാഹേ. ഇനി ആർക്കൊക്കെയാണ് കവി അങ്ങനെ ചെയ്തു, തൻ്റെ മായാമോഹങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അറിവ് നേടാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ കവി പറയുന്നത്, ഇനി എൻ്റെ കൂടെ ജിനെ ഈശ്വർക്കോ പ്രാപ്ത് കർണേക്ക് ഇച്ഛാഹേ, ആർക്കൊക്കെ ഈശ്വരനിലേക്ക് അലിയാൻ ഇഷ്ടമുണ്ട്, വേ മോഹമായ രൂപി ഗർസെ മുക്ത് ഹോ ജാവോ, അവർ ഈ മോഹങ്ങളായ വീട് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈ മുക്തനായിട്ട് കവിയുടെ കൂടെ ചെല്ലൂ എന്നാണ് ഇതിലൂടെ കബീർദാസ് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. താങ്ക് യു.